Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir wala tuwassir wa tammim bil khair wa bika nasta'inu ya fattahu rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. In the last class we studied about half yearly compounding and quarterly compounding. So today we are going to do the exercises based on that is activities in page number 103. First question is, Arun deposited 5,000 rupees in a bank which compounds interest half yearly, and Mohan deposited the same amount in another bank which compounded interest quarterly. The annual rate of interest is 6% at both the banks. How much more would Mohan get after 1 year? So അരുൺ എന്ന് പറയുന്ന വ്യക്തി 5,000 റുപ്പീസ് ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്ങിൽ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ആൻഡ് മോഹൻ ഡെപ്പോസിറ്റഡ് ദ സെയിം എമൗണ്ട് ഇൻ അനദർ ബാങ്ക് വിച്ച് കോമ്പൗണ്ട്സ് ഇൻട്രസ്റ്റ് ക്വാർട്ടർലി. അപ്പോൾ മോഹൻ എന്ന് പറയുന്ന മറ്റൊരാൾ ഈ സെയിം എമൗണ്ട് 5,000 റുപ്പീസ് തന്നെ വേറൊരു ബാങ്കിൽ ക്വാർട്ടർലി കോമ്പൗണ്ടിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആൻഡ് ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ ബോത്ത് ഈസ് 6%. രണ്ടിലെയും ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആനുവൽ ആണ്. ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിക്കണം. ആനുവൽ റേറ്റ് ആണ് 6%. ആൻഡ് ഹൗ മച്ച് മോർ വുഡ് മോഹൻ ഗെറ്റ് ആഫ്റ്റർ 1 ഇയർ? അപ്പോൾ 1 ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും മോഹന് കിട്ടിയത് എത്ര, അരുണിനെക്കാളിലും എത്ര കൂടുതൽ കിട്ടിയെന്നാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് രണ്ടുപേർക്കും കിട്ടിയ എമൗണ്ട് എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യണം. നമുക്ക് ഏതാണ് ഈസി മെത്തേഡ്? ദാറ്റ് ഈസ് പി ഇൻറ്റു 1 + r / 100 ദ ഹോൾ റൈസ് ടു n എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. സോ ഫസ്റ്റ് ഗിവൺ എന്തൊക്കെയാണെന്ന് എടുത്തെഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, yearly interest rate is 6%, അല്ലേ? ആൻഡ് സോ ഹാഫ് ഇയർലി വരുമ്പോൾ അത് എത്ര ആവും? ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഇറ്റ് വിൽ ബിക്കം 3%. ഹാഫ് ഇയർ വരുമ്പോൾ അതിൻ്റെ പകുതി വരും. ആൻഡ് ക്വാർട്ടർലി ഇൻട്രസ്റ്റ് റേറ്റ് ഈ 3യുടെ പകുതി വരും. ദാറ്റ് ഈസ് 1.5%. സോ ഇത്ര കാര്യങ്ങളാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ദെൻ ഇൻ എ ഇയർ ദർ ആർ 2 ഹാഫ് ഇയേഴ്സ് ആൻഡ് 4 ക്വാർട്ടർ ഇയർ. അപ്പം 4 ക്വാർട്ടർ ഇയർ ആണ് ഒരു 1 ഇയർ എന്ന് പറയുന്നത്. ആൻഡ് 1 ഇയർ ഈസ് 2 ഹാഫ് ഇയേഴ്സ്. ഓക്കെ, ദെൻ നമുക്ക് അരുണിൻ്റെ കേസ് ആദ്യം നോക്കാം. അരുൺ ഹാഫ് ഇയർലി ആണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. സോ എമൗണ്ട് he gets back after 1 year is equal to ഹാഫ് ഇയർലി ആവുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വേണം? അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് 3%. അവിടുത്തെ എന്നിൻ്റെ സ്ഥാനത്ത് എത്രയാണ്? എന്നിന് പകരം 2n ആണ് ഇടേണ്ടത്. അപ്പോൾ ഹാഫ് ഇയർലി 2 ആണ് വരുന്നത്, അല്ലേ? സോ P into 1 + r / 100 the whole raised to n is equal to P ഇവിടെ എത്രയാണ്? It is 5,000 into 1 + r is 3%. That is 3/100 the whole raised to 2, അല്ലേ? 2 ഹാഫ് ഇയർ ആണ്, അപ്പോൾ 2 വരും. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് 5,000 into 103/100 into 103/100. That is equal to എത്ര വരും? You will get 5,305 rupees. സോ ഇതാണ് അരുണിന് 1 ഇയർ കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5,305 rupees ആണ് കിട്ടുന്നത്. ആൻഡ് അരുൺ ഡെപ്പോസിറ്റഡ് ദ എമൗണ്ട് ഇൻ half yearly compounding. Okay, then we are moving to Mohan.
Mohan amount he gets back after 1 year is equal to എന്താണ് p into 1 plus r by 100 the whole raised to n is equal to p into 1 plus ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ ക്വാർട്ടർലി ആൻഡ് 1.5 ആണ്. 1.5 into 100 by 100 the whole raised to 4 വരും. ഓക്കെ, 4 വരും. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 5000. p എന്ന് പറഞ്ഞാൽ ഇവിടെ 5000 ആണ്. into 101.5 into 101.5 into 101.5 into 101.5 divided by 4 times 100. 100 into 100 into 100 into 100. ഓക്കെ, ദെൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5307 റുപ്പീസ് കിട്ടും. സോ ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് അറ്റ് വാട്ട് എമൗണ്ട് മോഹൻ ഗെറ്റ് ആഫ്റ്റർ മോഹൻ ഗെറ്റ് ആഫ്റ്റർ 1 ഇയർ. അതായത് മോഹന് അരുണിനെ കാട്ടി എത്ര എമൗണ്ട് കൂടുതൽ കിട്ടിയെന്ന് അറിയാൻ വി ഹാവ് ടു സബ്ട്രാക്ട് 5307 മൈനസ് 5300 മറ്റേ അരുണിൻ്റെ എമൗണ്ട് എത്രയായിരുന്നു? 305. സോ 2 rupees. അപ്പോൾ 2 rupees ആണ് മോഹൻ അരുണിനെക്കാട്ടിലും ക്വാർട്ടർലി ബേസിസിൽ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A person took out a loan of 16,000 rupees from a bank which charges interest compounded quarterly. The annual rate of interest is 10%. How much should he pay back after 9 months to settle the loan? അതായത് ഒരു വ്യക്തി 16,000 rupees ഒരു ബാങ്കിൽ നിന്നും ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ബേസിസിൽ ലോൺ എടുത്തു. ആൻഡ് ആഫ്റ്റർ ദ ആനുവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 10% ആണ്. ഹൗ മച്ച്? അപ്പം 9 months കൊണ്ട് അയാൾ ആ ലോൺ സെറ്റിൽ ചെയ്യണം. അപ്പോൾ 9 months കഴിയുമ്പോൾ എത്ര എമൗണ്ട് പേ ചെയ്യണമെന്നാണ്. ദാറ്റ് ഈസ് ആനുവൽ റേറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ് ആനുവൽ റേറ്റ് ഇൻട്രസ്റ്റ്. അപ്പോൾ ക്വാർട്ടർലി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2.5 വരും. ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി. 2.5 വരും ക്വാർട്ടർലി ബേസിസിൽ. അപ്പോൾ 9 months എന്ന് പറയുന്നത് എത്ര? 1 ഇയറിൽ 9 months എന്ന് പറഞ്ഞാൽ എത്ര ക്വാർട്ടർ വരും? ഇറ്റ് വിൽ 3 quarter. ഓക്കെ, 9 months എന്ന് പറഞ്ഞാൽ 3 quarter വരും. ദെൻ നമുക്ക് എന്ത് എമൗണ്ട് ടു പേ ബാക്ക്? എമൗണ്ട് to pay back after 9 months is equal to എത്ര വരും? 16,000 principal into 1 plus here the rate is 2 quarterly 2.5 by 100 the whole raised to 9 months എന്ന് പറഞ്ഞാൽ 3 quarter ആണ്. അപ്പോൾ ഇവിടെ 3 ആണ് നമുക്ക് കൊടുക്കേണ്ടത്. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. വി വിൽ ഗെറ്റ് 17,230 rupees. ഓക്കെ, ദിസ് ഈസ് ദ വേ ഫൈൻഡിങ് ദ interest in quarterly compounding and half yearly compounding. Then we have 3 more problems in this section that we can do in the next class. Today's class is over. Assalamu alaikum.